മക്കളെ, അപ്പോൾ ട്രിഗ്നോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി പഠിച്ച് ഏകദേശം അവസാനമായി കാണും അല്ലേ സ്കൂളിൽ, അല്ലെ? ഏറ്റവും അവസാന ഭാഗമായി കാണും. ഈ അവസാന ഭാഗം ആകുമ്പോൾ അവിടെ രണ്ടുപേര് നിങ്ങളെ കാത്തിരിപ്പുന്നുണ്ടായിരിക്കും. അവരുടെ പേരെന്താണ്? ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ മേൽക്കോൺ, കീഴ്ക്കോൺ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അപ്പോൾ അവരെ രണ്ടുപേരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ്? ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ മേൽക്കോൺ എന്ന് പറയും, ആംഗിൾ ഓഫ് ഡിപ്രഷൻ മലയാളത്തിൽ കീഴ്ക്കോൺ എന്ന് പറയും. അപ്പോൾ എന്താണെന്ന് പറയാം? സിമ്പിളാടാ, വളരെ സിമ്പിളാണ്. എനിക്ക് ശ്രദ്ധിച്ചോളാം, എനിക്ക് മുകളിൽ ഒരു ടവറിൻ്റെ മേളിൽ ഒരാൾ നിൽപ്പുണ്ട്, അയാളെ നോക്കണമെന്ന് വിചാരിച്ചു. എനിക്ക് ടവറിൻ്റെ മേളിൽ നിൽക്കുന്ന ഒരാളെ നോക്കണം. അപ്പോൾ എനിക്ക് ടവറിൻ്റെ മേളിൽ നിൽക്കുന്ന ഒരാളെ നോക്കണമെങ്കിൽ ഞാൻ ഇപ്പോൾ നിങ്ങളെ നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കിയാൽ എനിക്ക് ടവറിൻ്റെ മേളിൽ നിൽക്കുന്ന ഒരാളെ കാണാൻ പറ്റുമോ? ഞാൻ താഴെ തറയിൽ നിന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ടവറിൻ്റെ മേളിൽ നിൽക്കുന്ന ഒരാളെ നോക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പതുക്കെ എൻ്റെ വ്യൂ ഇങ്ങനെ ഉയർത്തണം, അല്ലേ? മുകളിലേക്ക് നോക്കിയാൽ മാത്രമേ എനിക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? മുകളിൽ നിൽക്കുന്ന ഒരാളെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മുകളിലുള്ള ഒരു ആളെ നോക്കാൻ പോവുകയാണ്. എന്താണ്? നമ്മൾ മുകളിൽ നിൽക്കുന്ന ഒരാളെ നോക്കാൻ പോവുകയാണ്. മുകളിൽ നിൽക്കുന്ന ഒരാളെ, ഇതാണ് ശ്രദ്ധിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഒരു ടവർ ഉണ്ട്, ശ്രദ്ധിച്ചോടാ, ഒരു ടവർ ഉണ്ട്. ഈ ടവറിൻ്റെ അതേ നിരപ്പിലൊരു പയ്യൻ നിൽപ്പുണ്ട്. എന്താണ്? ഈ ടവറിൻ്റെ അതേ നിരപ്പിൽ ഒരു പയ്യൻ നിൽപ്പുണ്ട്. കേട്ടല്ലോ? ഈ ടവറിൻ്റെ അതേ നിരപ്പിൽ ഒരു പയ്യൻ നിൽപ്പുണ്ട്. ഈ പയ്യന് ഈ ടവറിൻ്റെ മുകളിലേക്ക് നോക്കണം. ഇങ്ങനെ മുകളിലേക്ക് നോക്കണമെങ്കിൽ അവൻ ഇങ്ങനെ നേരെ നിന്ന് നോക്കിയാൽ ഇവൻ്റെ ടവറിൻ്റെ മേളിൽ കാണാൻ പറ്റുമോ? ഇല്ല. അവന് ടവറിൻ്റെ മേൽഭാഗം കാണണമെങ്കിൽ അവൻ ചെറുതായിട്ട് അവൻ്റെ തല ഉയർത്തി അവൻ്റെ വ്യൂ മുകളിലേക്ക് ആക്കണം. കേട്ടല്ലോ? അപ്പോൾ അവൻ്റെ വ്യൂ ഇങ്ങനെ പോകും, അല്ലേ? തല ഉയർത്തി മേളിൽ ഞാൻ തെങ്ങൊക്കെ നോക്കണമെങ്കിൽ അല്ലെങ്കിൽ തേങ്ങയൊക്കെ നോക്കണമെങ്കിൽ തെങ്ങിൻ്റെ ചോട്ടിൽ പോയി ഇങ്ങനെ നോക്കിയെന്നാൽ എനിക്ക് കാണാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? ഇങ്ങനെ തല ഉയർത്തി മേളിൽ തേങ്ങയോട്ട് നോക്കണം, അല്ലേ? അപ്പോൾ തല ഉയർത്തി എൻ്റെ വ്യൂ ഞാൻ ഉയർത്തി മുകളിലേക്ക് നോക്കി. അപ്പോൾ ഒരു മുകളിലെ വസ്തുവിനെ നോക്കണമെങ്കിൽ ഞാൻ എൻ്റെ വ്യൂ ഉയർത്തി വേണം മേളിലേക്ക് നോക്കാൻ. ഇനി അവൻ ഇവിടെ നിൽക്കുമല്ലേ, അവൻ നേരെ നോക്കിയായിരുന്നെങ്കിൽ അവൻ്റെ വ്യൂ എങ്ങനെ പോകുമായിരുന്നു? ഇങ്ങനെ പോകുമായിരുന്നു, അല്ലേ? അവൻ്റെ നേരെ നോക്കിയായിരുന്നെങ്കിൽ അവൻ്റെ വ്യൂ ഇങ്ങനെ പോകും. അവൻ മുകളിലേക്ക് നോക്കിയത് കാരണം അവൻ്റെ വ്യൂ ഇങ്ങനെ പോയി. ഇവ തമ്മിലൊരു ആംഗിൾ അല്ലെങ്കിൽ ഇവ തമ്മിലൊരു കോൺ ഉണ്ടാക്കിയില്ലേ? എന്തൊക്കെ തമ്മിലാണ്? ഒരുത്തൻ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ അവൻ്റെ മുകളിലേക്ക് പോകുന്ന വ്യൂവും അവൻ്റെ നേരെ പോകുന്ന വ്യൂവും, മുകളിലേക്ക് പോകുന്ന വ്യൂവും നേരെ പോകുന്ന വ്യൂവും തമ്മിലൊരു ആംഗിൾ ഉണ്ടാക്കും. ആ ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. മലയാളത്തിൽ മേൽക്കോൺ. കേട്ടല്ലോ? അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, മുകളിലുള്ള ഒരു വസ്തുവിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്നത് ആംഗിൾ ഓഫ് എലിവേഷനാണ്, മേൽക്കോണാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ മേൽക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ചെറുക്കൻ മുകളിലുള്ളൊരു വസ്തുവിനെയാണ് നോക്കിയത്. അതാണ് ഓർത്തിരിക്കേണ്ടത്. മുകളിലുള്ളൊരു വസ്തുവിനെ നോക്കാനാണ് നമ്മൾ ഈ ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ മേൽക്കോൺ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി മിക്കവരും തെറ്റിക്കുന്ന ഒരു കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ടവർ ഇവിടെ നിൽപ്പുണ്ട്, നോക്കിയാടാ, ടവർ ഇവിടെ നിൽപ്പുണ്ട്. കേട്ടല്ലോ? ഈ ടവറിൻ്റെ ഈ സൈഡിലൊരു പയ്യന് നിന്നു. കേട്ടല്ലോ? അവൻ മുകളിലേക്ക് നോക്കി. കേട്ടല്ലോ? ചിലർ ഈ ആംഗിൾ വെറുതെ ഈ ആംഗിൾ മൊത്തം ഇങ്ങനെ വരച്ചു വെക്കും. ഈ ആംഗിളാണോ ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ മേൽക്കോൺ? അല്ല. ഇവൻ നേരെ നോക്കിയാൽ ഒരു വ്യൂ പോവും, അല്ലേ? ഇവൻ്റെ ഒരു ഹൊറിസോണ്ടൽ വ്യൂ പോവും, നേരെ നോക്കിയാൽ ഒരു വ്യൂ പോവും. ഇവ തമ്മിലുണ്ടാക്കുന്ന ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ മേൽക്കോൺ. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, എന്താണ് അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ, കീഴ്ക്കോൺ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ, കീഴ്ക്കോൺ എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ. ഒരു വലിയ ടവർ. കേട്ടല്ലോ? ഇവിടെ വേറൊരു ചെറിയ ടവർ, ഒരു വലിയ ടവറും ഒരു ചെറിയ ടവറും. ഈ ചെറിയ ടവറിൻ്റെ മേളിൽ ഒരു പയ്യൻ നിൽക്കുവാണ്. ഈ പയ്യൻ താഴെയുള്ള ഒരു വസ്തുവിലേക്ക് നോക്കുവാണ്. ആരെ നോക്കുന്നത്? താഴെയുള്ള ഒരു വസ്തുവിലേക്ക് നോക്കുവാണ്. നോക്ക്, ഇവൻ ഈ നേരത്തെ ഉണ്ടായിരുന്ന ടവറിൻ്റെ താഴത്തേക്ക് നോക്കുവാണ്. എടാ, എനിക്ക് താഴത്തേക്ക് നോക്കണമെങ്കിൽ, എനിക്കിപ്പോൾ താഴെ കിടക്കുന്ന ഒരു സാധനം നോക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കിയാൽ ശരിയാവുമോ? ഇല്ല. ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ വ്യൂ താഴത്തേക്കാക്കണം, അല്ലേ? എൻ്റെ വ്യൂ എന്ത് ചെയ്യണം? താഴത്തേക്കാക്കണം. അപ്പോൾ താഴെയുള്ളൊരു വസ്തുവിനെ നോക്കാൻ നമ്മൾ എന്ത് ചെയ്തു? അവൻ്റെ വ്യൂ അവൻ താഴത്തേക്കാക്കി താഴെയുള്ളൊരു വസ്തുവിനെ അവൻ നോക്കി. കേട്ടല്ലോ? താഴെയുള്ളൊരു വസ്തുവിനെ നോക്കിയ വ്യൂവും
നേരത്തെ പറഞ്ഞ പോലെ അവൻ്റെ നേരെയുള്ള വ്യൂവും തമ്മിൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കി. ഈ ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. എന്താണ്? ഡിപ്രഷൻ അല്ലെങ്കിൽ കീഴ്ക്കോൺ. എന്താണ്? കീഴ്ക്കോൺ. സിമ്പിൾ സാധനം അല്ലേ? സിമ്പിൾ സാധനം. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എങ്ങനെ ഓർത്തിരിക്കും? ഡിപ്രഷനൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ തല താത്തിയിരിക്കും അല്ലേ? അപ്പോൾ താഴെയുള്ള വസ്തുവിനെ നോക്കാൻ ഉപയോഗിക്കുന്നതാണ്. തല താഴ്ത്തിയല്ലേ ഇരിക്കണം. താഴെയുള്ള വസ്തുവിനെ നോക്കാനും നമ്മൾ തല താഴ്ത്തി നോക്കും. അപ്പോൾ താഴെയുള്ള വസ്തുവിനെ നോക്കാൻ അവിടെ ഉണ്ടാകുന്ന ആംഗിളാണ് ഏത്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ. മുകളിലുള്ള വസ്തുവിനെ നോക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിളാണേത്? ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ മേൽക്കോൺ. ഇതെന്തിനാ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ തന്നു, ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന പേര് കണ്ടു, അല്ലെങ്കിൽ മേൽക്കോൺ എന്ന പേര് കണ്ടു, മേൽക്കോൺ എന്ന് പേര് കണ്ടു. കേട്ടല്ലോ? ഇങ്ങനെ കണ്ടാൽ അവൻ ഉറപ്പായിട്ടും മുകളിലുള്ള വസ്തുവിനെ ആയിരിക്കും നോക്കിയിരിക്കുന്നത്. കേട്ടല്ലോ? ഇനി എന്താണ്? ഇനി ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന പേര് നിങ്ങൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മലയാളം എന്താണ്? കീഴ്ക്കോൺ. അങ്ങനെയാണെങ്കിൽ അവൻ ഉറപ്പായിട്ടും താഴെയുള്ള വസ്തുവിനെ ആയിരിക്കും നോക്കിയിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ മുകളിലുള്ള ഒരു വസ്തുവിനെ നോക്കുവാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. പക്ഷേ ശ്രദ്ധിക്കണം, അവൻ്റെ സ്ട്രെയിറ്റ് ലൈൻ വ്യൂ അല്ലെങ്കിൽ നേരെയുള്ള വ്യൂവുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഇത്. കേട്ടല്ലോ? ഇനി ഒരുത്തൻ അവൻ താഴെയുള്ള ഒരു വസ്തുവിനെ നോക്കുവാണെന്ന് വിചാരിച്ചോ. ഈ താഴെയുള്ള വസ്തുവിനെ നോക്കുന്ന ഈ വ്യൂവും ഇവൻ്റെ നേരെയുള്ള വ്യൂവും ഇവ തമ്മിലുണ്ടാക്കുന്ന ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ കീഴ്ക്കോൺ. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ ഇതൊന്നും വലിയ കാര്യമാണെന്ന് വിചാരിക്കരുത്. മുകളിലുള്ള ഒരു വസ്തുവിനെ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായ കോണാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ആംഗിൾ ഓഫ് എലിവേഷൻ, മേൽക്കോൺ. താഴെയുള്ള ഒരു വസ്തുവിനെ നോക്കിയപ്പോൾ അവിടെ ഉണ്ടായ കോണാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ, കീഴ്ക്കോൺ. ഇത്രേ ഉള്ളൂ.